ആരാണ് യുവതയെ അക്രമാസക്തരാക്കുന്നത്? സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണ പ്രവണതകളും യുവാക്കളുടെ അബദ്ധസഞ്ചാരവും നിയന്ത്രിക്കണമെങ്കിൽ സാമൂഹിക ചുറ്റുപാടുകൾ കൂടി മാറ്റത്തിന് വിധേയമാകണം. ഞെട്ടിപ്പിക്കുന്നതും അതീവ ദുഃഖകരവുമാണ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവം. പ്രദേശത്തെ ഒരു ട്യൂഷന് സെന്ററിൽ നടന്ന യാത്രയയപ്പ് പരിപാടിയിലെ അസുഖകരമായ സംഭവങ്ങളാണ് അക്രമത്തിന് കാരണമെങ്കിലും അവിചാരിതമല്ല, തികച്ചും ആസൂത്രിതമാണ് കൊലപാതകമെന്നാണ് സാഹചര്യത്തെളിവുകൾ വ്യക്തമാക്കുന്നത്. അക്രമികൾ വാട്സാപ്പിൽ പ്രത്യേക ഗ്രൂപ്പുണ്ടാക്കി മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. വാട്സാപ്പ് വഴിയുള്ള സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് താമരശ്ശേരി വെഴുപ്പൂര് റോഡിലെത്തി മറുപക്ഷത്തെ വിദ്യാർത്ഥികൾക്കു നേരെ അക്രമം അഴിച്ചുവിട്ടത്. നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയത്. അതിനിടെ ഷഹബാസിനെ കൊല്ലുമെന്നു പറഞ്ഞാൽ കൊല്ലുക തന്നെ ചെയ്യൂ മെന്ന് ആണയിടുന്ന അക്രമി സംഘത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് പുറത്തുവരികയും ചെയ്തു. മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന അതിക്രൂരമായ അക്രമ സംഭവങ്ങളാണ് സമീപകാലത്ത് സംസ്ഥാനത്ത് നിരന്തരം നടന്നുവരുന്നത്. എന്തിനും കയ്യറപ്പില്ലാത്ത വിഭാഗമായി മാറിയിരിക്കുന്നു യുവതയിലൊരു വിഭാഗം. എന്താണ് ഈ സ്ഥിതിവിശേഷത്തിനു കാരണം? ആളുകളെ ക്രിമിനലുകളും കൊലപാതകികളുമാക്കുന്ന സാഹചര്യങ്ങളും സാമൂഹിക കാരണങ്ങളുമെന്താണ്? തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ടെലിവിഷൻ അവാർഡ് വിതരണ ചടങ്ങില് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന് പ്രേംകുമാര് നടത്തിയ ചില പരാമർശങ്ങളുമായി കേരളീയ സാഹചര്യത്തെ ചേർത്തു വായിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ ഹിംസാത്മക ചിന്തകളെ ഉണർത്തുന്നവയാണ് വർത്തമാനകാല സിനിമകളെന്നും ഹിംസകളെ ക്രൂരമായി അവതരിപ്പിക്കാനാണ് സംവിധായകര് ശ്രമിക്കുന്നതെന്നും പ്രേംകുമാര് ചൂണ്ടിക്കാട്ടി. എൻഡോസൾഫാന് പോലെ മാരകമാണ് പല സിനിമകളും. സെൻസറിംഗിനെ മറികടന്ന് ക്രൂരതയും പൈശാചികതയും അവതരിപ്പിക്കുകയാണ് സിനിമകളില്. സാംസ്കാരിക വിഷമാണ് കലയുടെ പേരിലിറങ്ങുന്ന നിർമ്മിതികള്. മിക്ക സീരിയലുകളുടെയും ഉള്ളടക്കത്തിന് നിലവാരമില്ല. ഉള്ളടക്കത്തില് ശുദ്ധീകരണത്തിന് സന്നദ്ധമാകേണ്ടതുണ്ട് സീരിയലുകളെന്നും പ്രേംകുമാര് പറഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയും ആഷിഖ് അബുവിനെ പോലെ സിനിമാരംഗത്ത് പ്രവർത്തിക്കുന്നവരും സിനിമയിലെ വയലൻസിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു അടുത്തിടെ. സമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്ന കലയാണ് സിനിമ. ജനങ്ങളുടെ അഭിപ്രായങ്ങളെയും പെരുമാറ്റങ്ങളെയും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കാന് സിനിമകൾക്ക് കഴിയും. 2ാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറും സ്റ്റാലിനും സിനിമകളെ പ്രചാരണത്തിനായി ഉപയോഗിക്കുകയും അത് വിജയം കാണുകയും ചെയ്തിരുന്നു. കുടുംബകഥകളും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രമേയങ്ങളും കൈയടക്കിയിരുന്ന മലയാള സിനിമകളെ ഈ രംഗത്തെ വാണിജ്യവത്കരണവും കിടമത്സരവും സെക്സിനും വയലൻസിനും പ്രാധാന്യം കൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഗുണ്ടായിസത്തിനും അക്രമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആക്ഷന് സിനിമകളാണ് ഇന്ന് നിർമ്മിക്കപ്പെടുന്നവയിൽ കൂടുതലും. വയലൻസ് സിനിമകളാണ് അടുത്ത കാലത്ത് ഹിറ്റായവയിൽ ഏറെയും. വയലൻസിനെ മഹത്വവത്കരിക്കുന്ന പ്രവണതയാണ് ഈ രംഗത്ത് കണ്ടുവരുന്നത്. സ്വാഭാവികമായും അത് യുവസമൂഹത്തില് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. വയലൻസ് സിനിമകളുടെ അതിപ്രസരം സമൂഹത്തെ വിദ്വേഷത്തിലേക്കും ക്രൂരതകളിലേക്കും വഴിതെറ്റിച്ചു വിടുന്നുവെന്ന് കേരളത്തില് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമീപകാല സംഭവങ്ങൾ വിളിച്ചോതുന്നു. പുസ്തകങ്ങളെക്കാളും ശ്രവ്യമാധ്യമങ്ങളെക്കാളും സ്വാധീന ശക്തിയുണ്ട് ദൃശ്യാവതരണങ്ങൾക്ക്. വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാളേറെ കൗമാരക്കാരും യുവാക്കളും അവര് കാണുന്ന കാഴ്ചകൾ ഉൾക്കൊള്ളുകയും അനുകരിക്കുകയും ചെയ്യും. ക്രൂരതകളും അക്രമങ്ങളും വളർത്തുന്നതില് സിനിമകൾക്കുള്ള പങ്ക് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില മനോരോഗികൾ കാണിക്കുന്ന ക്രൂരതകളും ഭയാനകമായ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന 1971 എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമ പുറത്തിറങ്ങിയ കാലയളവില് അമേരിക്കയില് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വൻതോതിൽ ഉയർന്നിരുന്നു. 2013 പുറത്തിറങ്ങിയ ദൃശ്യം എന്ന സിനിമയെ അനുകരിച്ച് 10ലധികം കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറി. ചില പ്രതികൾ പ്രസ്തുത സിനിമ അനേകം തവണ കണ്ടാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും തെളിവ് നശിപ്പിക്കുന്ന രീതി പഠിച്ചതും. പാലായില് അടുത്തിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥികള് സഹപാഠിയെ ക്ലാസ് മുറിയില് നഗ്നനാക്കി ഫോട്ടോയെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് പുഷ്പയെന്ന തമിഴ് സിനിമയിലെ രംഗം അനുകരിച്ചായിരുന്നുവത്രേ. സമൂഹത്തില് വർദ്ധിച്ചുവരുന്ന ആക്രമണ പ്രവണതകളും യുവാക്കളുടെ അബദ്ധസഞ്ചാരവും നിയന്ത്രിക്കണമെങ്കിൽ സാമൂഹിക ചുറ്റുപാടുകൾ കൂടി മാറ്റത്തിന് വിധേയമാകണം. കുറ്റകൃത്യങ്ങൾ തടയാന് രാജ്യം കഠിന ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹികാന്തരീക്ഷം കുറ്റകൃത്യങ്ങൾക്ക് പ്രചോദനം നൽകുന്നതെങ്കില് നിയമങ്ങൾ നിഷ്ഫലമാണെന്നാണ് സാമൂഹിക മനഃശാസ്ത്ര പക്ഷം. നിയമത്തോടൊപ്പം സിനിമ, സീരിയലുകള്, സാഹിത്യങ്ങള് തുടങ്ങിയവയിലടക്കം സമൂലമായ മാറ്റങ്ങൾ വന്നെങ്കില് മാത്രമേ, അഥവാ മനുഷ്യ മനസ്സുകളില് നന്മ വിതക്കാന് സഹായകമായ പ്രമേയങ്ങളില് അധിഷ്ഠിതമായെങ്കിലേ അക്രമ പരമ്പരകൾക്ക് അറുതി വരുത്താനാകുകയുള്ളൂ. എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന സാംസ്കാരിക നായകന്മാര് സിനിമകളുടെ ദുക്സ്വാധീനത്തെക്കുറിച്ച് മൗനം തുടരുന്നത് ഖേദകരമാണ്.